സെയിം നൈറ്റ് അതീത് തനുവിനെ കോൾ ചെയ്യുന്നു. പോലീസിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് ഡാൻഡിയമിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞു എന്ന് അവൻ പറയുന്നു. ഇതെല്ലാം ഡാൻഡിയം ഫാക്ടറി ഇഷ്യൂൻ്റെ പേരിൽ ചെയ്യുന്നെങ്കിൽ പിന്നെന്താ അവൻ നിന്നെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാറുണ്ട്? പെങ്ങിനെ ഇതിനിടയ്ക്ക് കൊണ്ടുവന്നെന്ന് കോർട്ട് ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഡാൻഡിയം ഇതിൽ പങ്കുണ്ടെങ്കിലും ഇതിലെ മെയിൻ ആള് മാർക്കാണെന്നാണെന്ന് അതീത് പറയുന്നു. മാർക്ക് സ്വയം അവനെ ഷൂട്ട് ചെയ്താണെങ്കിൽ പെങ് ഡേഞ്ചറിലാണെന്ന് തനുവിനും പറയുന്നു. അതുകൊണ്ടാ ഞാൻ പെങ്ങിനെയും കൂട്ടി ഇവിടേക്ക് വന്നേന്ന് അവരോട് അതീത് പറയുന്നുണ്ട്. പെങ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതീത് അവളുടെ അടുത്ത് വന്നിരിക്കുന്നു. നിനക്കിപ്പോൾ റെസ്റ്റ് ആവശ്യം, പോയി റെസ്റ്റ് ചെയ്യാൻ അവൾ അവനോട് പറയുന്നുണ്ട്. നിന്റെ കൂടെ ഇരുന്ന് ഈ ഷോ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അവനോട് ഇരിക്കുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അവളുടെ ക്ലോസായി വന്നിരിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ പിടിച്ച് പതുക്കെ അവളുടെ ഷോൾഡറിലേക്ക് കിടക്കുന്നു. പെങ് ആകട്ടെ ഷോക്കായി അതിഥിനെ നോക്കുന്നു. അവൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. പണ്ട് അവളും അതിഥിനോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പെങ് തൻ്റെ ഷോൾഡറിൽ നിന്ന് അവൻ്റെ തല മാറ്റി നീ എന്താ എന്നെ വീണ്ടും ടീസ് ചെയ്യാണോ ചോദിക്കുന്നു. അവനല്ലാന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം പണ്ട് ഞാൻ നിന്നോട് ചെയ്ത കാര്യങ്ങളാണെന്ന് അവൾ പറയുന്നു. എനിക്ക് വീണ്ടും ഫീവറായി, നിനക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാമെന്ന് അവൻ പറയുമ്പോൾ അവൾ വേണ്ടാന്ന് പറയുന്നു. അവൻ അവളുടെ കൈ പിടിച്ച് ബലം പ്രയോഗിച്ച് അവളെ കൊണ്ട് അവൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യിക്കുന്നു. നിനക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ എന്ന് അവൾ പറയുമ്പോൾ എനിക്ക് പ്രോപ്പറായി ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് വീണ്ടും ഫീവറായെന്ന് അവൻ പറയുന്നു. എന്നിട്ട് അവൻ കിടക്കാനായി റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷേ അവൻ അവിടെ നിന്ന് പെങ്ങിനെ നോക്കുന്നു, അവൾ അവനെയും. അവൻ തിരിച്ചു വന്ന് ആ സോഫയിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ മടിയിൽ കിടക്കുന്നു. പെങ്ങാകട്ടെ ഒരുപാട് ഷോക്കാകുന്നുണ്ട്. അവനോട് എണീക്കാൻ പറയുന്നു. പക്ഷെ അവനാകട്ടെ കേൾക്കാതെ സ്മൈൽ ചെയ്ത് അവളുടെ മടിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഈ സീനിൽ അതീതിൻ്റെ മദർ ഡാഡിനോട് അതീത് ആരുടെ കൂടെ പോയെന്ന് ചോദിക്കുന്നു. അവൻ ഒറ്റയ്ക്കാണ് പോയത്, അല്ലെങ്കിൽ തന്നെ അതീത് ഇപ്പോൾ വലുതായി, അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവൻ അറിയാം. അവൻ ആരുടെ കൂടെ സ്റ്റേ ചെയ്യണമെങ്കിലും സ്റ്റേ ചെയ്യാം. അവനെ വെറുതെ വിടാൻ ഡാഡ് മദറിനോട് പറയുന്നു. ഈ ഇടയായിട്ട് അതീതിൻ്റെ മൈൻഡ് ഒട്ടും ശരിയല്ല. അവൻ പെങ്ങിനെങ്ങാനും ചൂസ് ചെയ്യുന്ന എൻ്റെ പേടിയെന്ന് മദർ പറയുമ്പോൾ ഇനി എങ്ങാനും അവൻ പെങ്ങിനെ ചൂസ് ചെയ്ത എന്ത് ചെയ്യുമെന്ന് ഡാഡ് ചോദിക്കുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ ഡോട്ടറിലുമായി പെങ്ങിനെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് മദർ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലിങ്ങിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് തനുവിനും കോട്ടും വരുന്നു. ലിങ് തനുവിന് വേണ്ടി മാത്രം വെള്ളം കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഞാനും ഉണ്ടെന്ന് കോട്ട് പറയുമ്പോൾ നിനക്ക് വേണമെങ്കിൽ നീ പോയി എടുത്ത് കുടിക്കാൻ ലിങ് പറയുന്നു. ഇതുകൊണ്ടാണ് ഗേൾഫ്രണ്ടുള്ള ബോയ്സിനോട് എനിക്ക് ജലസി തോന്നുന്നത്. എനിക്ക് എന്നാണോ എന്തോ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടാകുന്നതെന്ന് കോട്ട് പറയുന്നു. നിന്റെ ഗേൾഫ്രണ്ട് പെട്ടെന്ന് എന്നെ മുന്നിൽ വരികയാണെങ്കിൽ പോലും നീ തിരിച്ചറിയില്ല എന്ന് തനുൻ അവനോട് പറയുന്നു. കോട്ട് ഇറിറ്റേറ്റായി അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നാം അവിടേക്ക് വരുന്നുണ്ട്. രണ്ടുപേര് ആക്സിഡൻ്റിൽ കൂട്ടിമുട്ടുന്നു. പിന്നീട് സംഭവിക്കുന്നത് ഇതാണ്. നാം ഒരുപാട് ഷോക്കാകുന്നു. കോർട്ട് കരഞ്ഞുകൊണ്ട് ഇതെൻ്റെ ഫസ്റ്റ് കിസ്സായിരുന്നു എന്ന് പറയുന്നു. നീ എന്തിനാ കരയുന്നത്? കരയേണ്ട ഞാനാണ്. ഇതെൻ്റെയും ഫസ്റ്റ് കിസ്സായിരുന്നു എന്ന് നാം പറയുന്നു. ഇവരുടെ ബിഹേവിയർ കണ്ട് തനുവിന് ലിങ് സ്മൈൽ ചെയ്യുന്നു. കോർട്ടാകട്ടെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ അതീത് വീട് മുഴുവൻ പെങ്ങിനെ നോക്കുന്നുണ്ട്. പക്ഷേ കുറേ നേരം നോക്കിയിട്ടും അവിടെയെങ്കിലും അവളെ കാണുന്നില്ല. അവൻ വെളിയിലേക്ക് വരുമ്പോൾ പെങ് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് അവൻ കാണുന്നു. പെങ് മാർക്കിനെയാണ് വിളിക്കുന്നത്. നിന്നെ ടേക്ക് കെയർ ചെയ്യാൻ വരാനതിൽ ഐ ആം റിയലി സോറി എന്ന് അവൾ അവനോട് പറയുന്നു. ദൂരെ നിന്ന് അതീത് കേൾക്കുന്നുണ്ട്. അവൾ സംസാരിക്കുന്ന മാർക്കിനോടാണെന്ന് അറിയുമ്പോൾ അതീതിന് ഒരുപാട് ദേഷ്യം വരുന്നു. അവൻ വന്ന് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഫോൺ റിവറിലേക്ക് എറിയുന്നു. നീ എന്തായി ചെയ്യുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന കാര്യം നീ മാർക്കിനോട് പറഞ്ഞു എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. മാർക്ക് എന്നോട് ചോദിച്ചു, സോ ഞാൻ പറഞ്ഞു എന്ന് അവൾ പറയുന്നു. അതീതിന് നല്ല ദേഷ്യം വരുന്നു. ഇനി മേലെ മാർക്കിൻ്റെ പേര് എൻ്റെ മുന്നിൽ വെച്ച് പറയരുതെന്ന് അവൻ അവളോട് പറയുന്നു. നീ എന്തിനാ എൻ്റെ ഫോൺ റിവറിലേക്ക് എറിഞ്ഞത്? ഈ ഫോൺ വാങ്ങിത്തന്ന് നീ ആണെന്ന കാര്യം സത്യവാ, പക്ഷെ അതിൻ്റെ അർത്ഥം നിനക്ക് എന്തും ചെയ്യാവുന്നല്ല എന്ന് അവൾ പറയുന്നു. ഞാൻ കോൾ ചെയ്തപ്പോൾ നീ എൻ്റെ കോൾ റിസീവ് ചെയ്തില്ല. നീ മാർക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എൻ്റെ മാർക്കിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് അതീത് അവളോട് ചോദിക്കുന്നു. ഞാനല്ല മാർക്കിനെ കോൾ ചെയ്ത്, തിരിച്ച് മാർക്ക് എന്നെ കോൾ ചെയ്തെന്ന് അവൾ പറയുന്നു. നീ കള്ളം പറയരുത്. നിന്റെ നമ്പർ എങ്ങനെയാ മാർക്കിന് കിട്ടിയെന്ന് അതീത് ചോദിക്കുന്നുണ്ട്. കാരണം ആ കിഡ്നാപ്പിങ്ങിന് ശേഷം പെങ്ങിൻ്റെ ഫോൺ ചീത്തയായിട്ടുണ്ടായിരുന്നു. സോ അതീതാണ് അവൾക്ക് പുതിയ ഫോൺ വാങ്ങുകയും പുതിയ സിം എടുത്ത് കൊടുക്കുകയും ചെയ്ത്. ഈ നമ്പർ അതീതിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇന്നലെ മാർക്ക് ഓങ്ങിനെ മാർക്കറ്റ് വെച്ച് കണ്ടു.
സോ ഓങ് ആണ് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തതെന്ന് അവൾ പറയുന്നുണ്ട്. അതീത് താൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് പെങ്ങിനോട് സോറി പറയുന്നു. ഇപ്പോൾ നീ പഴയ പോലായി, ഇതാണ് റിയൽ അതീത്. ഇന്നലെ നീ ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തതെന്ന് അവൾ പറയുന്നു. എന്നിട്ട് സാഡായി അവിടുന്ന് പോകുന്നുണ്ട്. അതീതും സാഡായി അവൾ പോകുന്നു നോക്കി നിൽക്കുന്നു. പെങ് ബാൽക്കണി വന്ന് നിന്ന് ഇതെല്ലാം ആലോചിക്കുന്നു. അവൾ ഒരുപാട് സാഡായിരുന്നു. അതീത് ദൂരെ നിന്ന് അവളെ നോക്കുന്നുണ്ട്. അവനവിടെ കാണുമ്പോൾ അവൾ അവിടുന്ന് പോകുന്നു. അതീത് വാഷ്റൂമിൽ നിൽക്കുമ്പോൾ അവൻ ആരുടെയോ കോള് വരുന്നു. ഈ കോൾ ആരുടെയാണെന്ന് ഇപ്പോൾ നമ്മളെ കേൾപ്പിക്കുന്നില്ല. അതിനുശേഷം അവൻ വെളിയിലേക്ക് വരുമ്പോൾ പെങ് അവനോട് ഫുഡ് കഴിക്കാൻ പറയുന്നു. ടേബിളിൽ ഒരു പ്ലേറ്റ് മാത്രം ഇരിക്കുന്ന കണ്ട് എന്താ നീ കഴിക്കുന്നില്ലെന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ നേരത്തെ കഴിച്ചു എന്ന് അവൾ പറയുന്നുണ്ട്. നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത് നിന്നെക്കുറിച്ച് വറീഡ് ആയതുകൊണ്ടാണെന്ന് അവൻ പറയുന്നു. എന്താ മാർക്കൊരു ബാഡ് പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവനെ കണ്ടാൽ തന്നെ ആർക്കും പറയാൻ പറ്റും അവനൊരു നല്ല പേഴ്സൺ അല്ലാന്ന്. ഇനി നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് മാർക്കിനെ കുറിച്ച് കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അതിനുശേഷം നീ തീരുമാനിച്ചാൽ മതിയെന്ന് അവൻ പറയുന്നുണ്ട്. നിന്റെ ഇഷ്ടം പോലെയെന്ന് അവൾ പറയുമ്പോൾ നീ പിന്നെ എന്തിനാ എന്നോട് ഇപ്പോഴും ദേഷ്യം കാണിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല, പകരം ഞാൻ കുറച്ച് സാഡാണ്. ഞാൻ നിന്നെ കെയർ ചെയ്യാൻ കാരണം നിന്റെ ജീവൻ റിസ്ക് ചെയ്ത് നീ എൻ്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് മാത്രമാണെന്നും അവൾ പറയുന്നു. ഇത് കേട്ട് അതീത് സാഡാകുന്നുണ്ട്. എന്നെ ബാഡ് ഫീൽ ചെയ്യിക്കുന്നതിൽ നീ സക്സസ് ആയി. നീ എന്നെ കെയർ ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തു. എന്താ ഇതൊക്കെ ചെയ്ത് നീ എൻജോയ് ചെയ്തു എന്ന് അവൾ ചോദിക്കുന്നു. അവൻ സാഡായി അവളുടെ കയ്യിൽ പിടിക്കാൻ തുടങ്ങുമ്പോൾ അവൾ അവിടുന്ന് പോകുന്നുണ്ട്. അതീതിൽ ഇങ്ങനെ കോൾ ചെയ്ത് പെങ്ങിൻ്റെ മൂഡ് ഓക്കെ ആക്കാനായി താൻ എന്ത് ചെയ്യണം ചോദിച്ച് അഡ്വൈസ് ചോദിക്കുന്നു. നീ അവളോട് ദേഷ്യപ്പെടാതെ അവളോട് നന്നായി സംസാരിക്കൂ. അവൾ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാൻ സമ്മതിക്കാൻ പറയുന്നു. അതീതിന് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ലിങ്ങിനോട് താങ്ക്സ് പറഞ്ഞ ശേഷം അവൻ കോൾ കട്ട് ചെയ്യുന്നു. അകത്ത് വന്ന ശേഷം അവൻ പെങ്ങിനോട് പാക്ക് ചെയ്യാൻ പറയുന്നു. റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ നീയല്ലേ കുറച്ച് മുന്നേ പറഞ്ഞത് നിനക്ക് വീട്ടിൽ പോകണമെന്ന്, സോ പാക്ക് ചെയ്യാൻ അവനോട് പറയുന്നു. എല്ലാം പാക്ക് ചെയ്ത ശേഷം ലഗേജുമായിട്ട് അവർ രണ്ടുപേരും വെളിയിലേക്ക് വരുന്നു. അപ്പോൾ അതീത് മാർക്കിൻ്റെ കാർ അവിടെ കിടക്കുന്ന കാണുന്നു. അവൻ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. പെങ് ഇത് കാണുന്നില്ല. നിനക്കെന്താ വീണ്ടും എന്നോട് ദേഷ്യം തോന്നുന്നു അവൾ ചോദിക്കുമ്പോൾ അവൻ ഇല്ലാന്ന് പറഞ്ഞ് അവളോട് വേഗം കാറിൽ കയറാൻ പറയുന്നു. ഇതെല്ലാം മാർക്ക് കാണുന്നുണ്ടായിരുന്നു. പെങ് ഇപ്പോൾ അതീതിന്റെ കൂടെയല്ല എൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടതെന്ന് മാർക്ക് സ്വയം പറയുന്നു. അതീത് പെങ്ങിനെ കൂട്ടി പോകുമ്പോൾ മാർക്ക് അവരെ ഫോളോ ചെയ്യുന്ന കാര്യം അതീത് ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവരുടെ ഇടയ്ക്ക് ഒരു വണ്ടി കയറുന്നു. ഈ കാരണത്താൽ മാർക്കിന് അവരെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അതീത് അവിടുന്ന് പോകുന്നുണ്ട്. നമ്മൾ വീട്ടിലേക്ക് പോകാന്നല്ലേ നീ എന്നോട് പറഞ്ഞത്, പക്ഷേ വഴി ഇതല്ലല്ലോ, നമ്മൾ എവിടെ പോകുകയാണെന്ന് അവൾ ചോദിക്കുന്നു. നമ്മൾ എത്താറായെന്ന് അവൻ പറയുമ്പോൾ അവൾ ദേഷ്യത്തിലിരിക്കുന്നു. എന്താ നീ എന്നോട് വീണ്ടും ദേഷ്യത്തിലാണെന്ന് അവൻ ചോദിക്കുമ്പോൾ നിന്നോട് ദേഷ്യപ്പെടാനുള്ള റൈറ്റ് പോലും എനിക്കില്ലേന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതീത് പെങ്ങിനെയും കൂട്ടി ഒരു പ്ലേസിലേക്ക് വരുന്നു. അവളോട് ഇറങ്ങാൻ പറയുമ്പോൾ അവൾ കേൾക്കുന്നില്ല. എനിക്ക് വീട്ടിൽ പോകണമെന്ന് അവൾ പറയുന്നുണ്ട്. അവൻ വീണ്ടും അവളോട് ഇറങ്ങാൻ പറയുന്നു. അവൾ ദേഷ്യത്തിൽ വണ്ടി നിറങ്ങുന്നു. അപ്പോൾ മുന്നിൽ തൻ്റെ പഴയ മേഡായ ആൺ ജെയിമിനെ കണ്ട് പെങ് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. പെങ് ഓടി വന്ന് അവരെ ഹഗ് ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് അതീത് സ്മൈൽ ചെയ്യുന്നുണ്ട്. അതീതിനെയും പെങ്ങിനെ ഒരുമിച്ച് കണ്ട് ആണ്ട് ജെയിം ഷോക്ക് ആകുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്താ ഒരുമിച്ച് വന്നത്? നിങ്ങൾക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയെന്ന് ആണ്ട് ചോദിക്കുന്നു. പെങ് ഇല്ലാന്ന് പറയുന്നുണ്ട്. അതീത് അവരെ നോക്കി സ്മൈൽ ചെയ്യുന്നു. ആണ്ട് അതീതിനോടും അകത്തേക്ക് വരാൻ പറയുന്നുണ്ട്. അതിനുശേഷം പെങ് ആണ്ടിനോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ആണ്ട് ജെയിമിന്റെ ഹസ്ബൻഡ് മരിച്ചു എന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത്. ആണ്ട് എന്നോട് ഒരു കാര്യം പ്രോമിസ് ചെയ്യണം. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ആണ്ടിന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ അറിയിക്കണം. പണ്ട് ആണ്ട് എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ താങ്കളെ കെയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവൾ പറയുന്നു. അവൾ ആണ്ടിനെ കൊണ്ട് പ്രോമിസ് ചെയ്യിക്കുന്നുണ്ട്. ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് ആണ്ടിന് നന്നായിട്ട് ബാക്ക് പെയിൻ എടുക്കുന്നു. ഇത് കാണുന്ന പെങ് വന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നീ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്തോളാം എന്ന് ആണ്ട് പറയുമ്പോൾ ഞാനിവിടെ ആണ്ടിനെ കാണാൻ വന്നതാണ്, അല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല എന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ അവരെല്ലാവരും വെളിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതീത് പെങ്ങിനെ നോക്കുന്നുണ്ട്. പെങ് നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഫേസ് ടേൺ ചെയ്യുന്നു. പെങ് അവൻ്റെ അടുത്ത് വന്നിരുന്ന് പ്ലീസ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തോട്ടെന്ന് ചോദിക്കുന്നു.
അവൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അവൾ ഒരുപാട് ഹാപ്പിയായി അവനോട് താങ്ക്സ് പറയുന്നു. അവനെ സ്മൈൽ ചെയ്യുന്നു. പെങ് ഫുഡ് ഉണ്ടാക്കാനായി ആണ്ട് ജെമിനെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ നീ പോയി അതിഥിന്റെ കൂടെ ഇരിക്കാൻ ആണ്ട് പറയുന്നുണ്ട്. പെങ് ആദ്യം കേൾക്കുന്നില്ലെങ്കിലും ആണ്ട് ഒരുപാട് ഫോഴ്സ് ചെയ്യുമ്പോൾ അവൾ അതിഥിന്റെ അടുത്തേക്ക് പോകുന്നു. അവൾ വന്ന് നോക്കുമ്പോൾ അതീത് ആണ്ട് ജെമിന്റെ വീടിന്റെ സ്റ്റെപ്പെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ ഇഞ്ചുവേർഡ് അല്ലേ, ഈ വർക്ക് ചെയ്യുന്നത് നിന്റെ മുറിവിന് നല്ലതല്ല എന്ന് അവൾ പറയുമ്പോൾ താൻ ഇപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അവൾ അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കുറച്ച് ഫണ്ണൊക്കെ ചെയ്യുന്നു. പെങ് അതിഥിന്റെ അടുത്തുനിന്നിരിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നീ പോയി ചെയ്തോ, ഈ ജോലി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് അവൻ പറയുന്നു. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം, ഒരുപാട് മൂവ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ഇഞ്ചുറിക്ക് അത് നല്ലതല്ല എന്ന് അവൾ പറയുന്നു. അതീത് അവളെ നോക്കി സ്മൈൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാതിരിക്കുന്നു. ഇന്ന് പെങ്ങാണ് നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കിയത്, നീ സ്പൈസി ഫുഡ് കഴിക്കില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് ആണ്ട് പറയുന്നു. ഈ ഫുഡ് കഴിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നീ എന്നെ അത്ര നിസ്സാരമായി കാണണ്ട, ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഞാൻ മാസ്റ്റർ ഷെഫ് ആണെന്ന് അവൾ പറയുന്നു. ഇവരെ രണ്ടുപേരെയും ഇത്രയും ഹാപ്പിയായി കണ്ട് ആണ്ട് ജെമ്മും ഒരുപാട് ഹാപ്പിയാകുന്നു. നെക്സ്റ്റ് സീനിൽ ആണ്ട് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതീത് അവിടേക്ക് വന്ന് പാത്രം കഴുകാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പെങ് റിവർ സൈഡിൽ ഇരിക്കുകയാണ്. അതീത് അവളുടെ അടുത്ത് വന്ന് ഞാനും ഇവിടെ ഇരുന്നോട്ടേന്ന് ചോദിക്കുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. അവൻ അവളുടെ അടുത്ത് വന്നിരിക്കുന്നു. തന്നെ ആണ്ട് ജെമ്മിൻ്റെ അടുത്ത് കൊണ്ടുവന്നതിൽ അവൾ അവനോട് താങ്ക്സ് പറയുന്നു. അവൻ സ്മൈൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നീ എന്തിനാ ആണ്ട് ജെമ്മിനെ കാണാനായി എന്നെ കൊണ്ടുവന്നേന്ന് അവൾ ചോദിക്കുമ്പോൾ നിന്നെ കണ്ടിട്ട് എനിക്ക് തോന്നി നീ ആണ്ട് ജെമ്മിനെ മിസ് ചെയ്യുന്ന പോലെ, അവരെ കാണാൻ ആഗ്രഹിക്കുന്ന പോലെയെന്ന് അവൻ പറയുന്നു. ഞാൻ ആൻറ്റിയെ മിസ് ചെയ്യുന്നും കാണാൻ ആഗ്രഹിക്കുന്നു നിനക്കെങ്ങനെ മനസ്സിലായി നമ്മൾ ചോദിക്കുമ്പോൾ നിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോൾ അവസാനിക്കുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ജസ്റ്റ് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അവൾ പറയുന്നു. എനിക്കറിയാം നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പിയാകുമെന്ന് അവൻ പറയുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും പരസ്പരം നോക്കി സ്മൈൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അതീത് ഡ്രസ്സെല്ലാം ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറക്കെ പെങ്ങിന്റെ കരച്ചിലവൻ കേൾക്കുന്നു. അവൻ പേടിക്കുന്നുണ്ട്. അവൻ പെട്ടെന്നോടി അവളുടെ അടുത്തേക്ക് വരുന്നു. ഇവിടെ പെങ്ങാകട്ടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ടാണ് അവൾ ഇത്രയും ബഹളം വയ്ക്കുന്നത്. അതീത് ഓടി വന്ന് കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. വെള്ളം ഒരുപാട് തണുപ്പാണെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് അതീത് റിലാക്സ് ആകുന്നു. ഇത്രയും ഉറക്കിയുള്ള നിന്റെ കരച്ചിൽ കേട്ട് ഞാൻ പേടിച്ചു പോയെന്ന് അവൻ അവളോട് പറയുന്നു. അതിനുശേഷം അവൾക്ക് കുളിക്കാനായി വെള്ളം ചൂടാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവൾ അവനോട് താങ്ക്സ് പറയുന്നു. അതീത് അവിടെ ഇരിക്കുമ്പോൾ അവൾ അവനെ നോക്കി എനിക്ക് കുളിക്കണമെന്ന് പറയുന്നു. അതിനെന്താ നീ കുളിച്ചോ, നിന്നെ ആരെ തടയുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇവനിതെന്താ ചെയ്യുന്ന രീതിയിൽ അവൾ അവനെ നോക്കിയിരിക്കുന്നു. ശരി, ഞാൻ ഐസ് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ കണ്ണടയ്ക്കുന്നുണ്ട്. അവൾ എന്നിട്ടും അവനെ നോക്കിയിരിക്കുന്നു. ശരി, ഞാൻ ടേൺ ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ ടേൺ ചെയ്യുന്നു. പെങ് എന്നിട്ടും അവനെ തന്നെ നോക്കുന്നുണ്ട്. ശരി, ഞാൻ പോകാമെന്ന് പറഞ്ഞ് അവൻ സ്മൈൽ ചെയ്ത് അവിടുന്ന് പോകുന്നു. അതീതിന്റെ ഈ ബിഹേവിയർ എല്ലാം കണ്ട് അവൾ സ്മൈൽ ചെയ്യുന്നു. സെയിം നൈറ്റ് അതീത് ഉറങ്ങാനായിട്ട് ബെഡൊക്കെ റെഡിയാക്കുകയാണ്. ആണ്ട് ജെയിം വന്ന് അവനോട് സോറി പറയുന്നു. തൻ്റെ വീട് ചെറുതാണെന്നും തരാനായിട്ട് ഒരു എക്സ്ട്രാ ബ്ലാങ്കറ്റ് പോലും ഇല്ലാന്ന്. അത് സാരമില്ല, ഞാൻ വെളിയിൽ കിടന്നോളാമെന്ന് അവൻ പറയുന്നു. പെങ് അതിൻ്റെ അടുത്ത് വന്ന് പതുക്കെ സത്യത്തിൽ നിനക്കൊരു പ്രോബ്ലം ഇല്ലേന്ന് ചോദിക്കുന്നു. എന്താ, നീ എന്നെക്കുറിച്ച് വറീഡാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയുന്നു. ഇത് കേട്ട് അതീത് നീ എന്നെക്കുറിച്ച് ഇങ്ങനെ കെയർ ചെയ്യുകയും വറി ചെയ്യുകയും ചെയ്യുന്ന കാലത്തോളം എനിക്കൊരു പ്രോബ്ലം ഉണ്ടാകില്ല എന്ന് പറയുന്നു. എന്നിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. പെങ് അവിടുന്ന് പോകുന്നു. പെങ് ഉറങ്ങാൻ കിടക്കുന്നുണ്ടെങ്കിലും ഈ തണുപ്പത്ത് വെളിയിൽ കിടക്കുന്ന അതിഥിനെക്കുറിച്ച് ആലോചിച്ച് അവൾ വറീഡാകുന്നു. അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സോ തൻ്റെ ബ്ലാങ്കറ്റും എടുത്ത് അവൾ പതുക്കെ വെളിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവനെ വെളിയിലത്തെ ബെഡിൽ ഉണ്ടായിരുന്നില്ല. അവൾ അവിടെയെല്ലാം അവനെ നോക്കുന്നു. അവൻ വെളിയിരിക്കുന്ന കാണുമ്പോൾ അവൾ അവിടേക്ക് വന്ന് അവൻ്റെ അടുത്തിരിക്കുന്നു. അതീത് അവളെ നോക്കി സ്മൈൽ ചെയ്യുന്നുണ്ട്. തൻ്റെ ബ്ലാങ്കറ്റ് അവൾ അവന് കൊടുക്കുന്നു. അകത്ത് അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല. ഞാൻ കാരണം നിനക്ക് വീണ്ടും സുഖമില്ലാതാകുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് അവൾ പറയുന്നു. അതീത് അവളെ നോക്കി സ്മൈൽ ചെയ്ത് ആ ബ്ലാങ്കറ്റ് അവൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നിന്നേക്കാൾ സ്ട്രോങ് ആണ്, സോ ഈ ബ്ലാങ്കറ്റിൻ്റെ ആവശ്യം നിനക്കാണെന്ന് അവൻ പറയുന്നു. നീ എന്താ എന്നെ ഇപ്പോൾ വെറുക്കുന്നില്ലേന്ന് അവൾ ചോദിക്കുമ്പോൾ
നിന്നെ വെറുക്കുന്നത് ഞാൻ എന്നെ സ്റ്റോപ്പ് ചെയ്തു എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് പെങ് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അവനോട് താങ്ക്സ് പറഞ്ഞ ശേഷം അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ ആണ്ട് ജെയിം അവരോട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അവസാനത്തെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ആശസ് ഈ റിവറിൽ ഒഴുകണം എന്നായിരുന്നു. ഈ റിവർ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് വെള്ളം തുഴയാൻ അറിയാത്തതുകൊണ്ട് ഇതുവരെ എനിക്ക് ആ കർമ്മം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് അവർ പറയുന്നു. ഇത് കേട്ട് അതീത് വെള്ളം തുഴഞ്ഞ് ആണ്ട് ജെമ്മിനെയും പെങ്ങിനെയും കൂട്ടി ആ റിവറിന്റെ നടുവിലേക്ക് വരുന്നു. ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും ആണ്ട് ജെം ചെയ്യുന്നു. ആണ്ട് ഒരുപാട് സാഡായിരുന്നു. ഇത് കണ്ട അതീത് പെങ്ങിനോട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ സാഡ് ആകുമെന്ന് ചോദിക്കുന്നു. നിനക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് അതീത് ഹാപ്പി ആകുന്നു. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചതും ഇതാണെന്ന് അവൻ പറയുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ആണ്ട് ജെം പെങ്ങിനോട് അതീത് നിന്നെ ഇപ്പോൾ ലൈക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്, എന്താ നീയും പഴയ പോലെ അതിനെ ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിഥിനെ കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ധൈര്യം എനിക്കിപ്പോൾ ഇല്ല എന്ന് അവൾ പറയുന്നുണ്ട്. അതീത് പേരൻസുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ മദറിനോട് പെങ്ങിനെ വീണ്ടും വീട്ടിൽ താമസിപ്പിക്കുന്നതിന് പെർമിഷൻ ചോദിക്കുന്നു. പക്ഷേ മദർ പെർമിഷൻ കൊടുക്കുന്നില്ല. അവൻ ഒരുപാട് സാഡാകുന്നുണ്ട്. അവൻ വന്ന് അവിടെ എല്ലാം പെങ്ങിനെ അന്വേഷിക്കുന്നു. ആണ്ട് വന്ന് നീ എന്താ പെങ്ങിനെ കുറിച്ച് വറീഡാണോ ചോദിക്കുന്നുണ്ട്. പെങ്ങ് പോയിട്ട് ഒരുപാട് നേരമായി, ഇതുവരെ തിരിച്ചു വന്നില്ല എന്ന് അവൻ പറയുന്നു. നിനക്ക് ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് പെങ് ഒരുപാട് ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ കാരണമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണമെന്ന് അവൾ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയോ ഫുഡ് കഴിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. കൂടാതെ അവളുടെ പേരൻസിന്റെ മരണവും. പെങ് ഒരുപാട് സ്ട്രോങ് ആണെന്ന് അതീത് പറയുമ്പോൾ അവൾ എല്ലാവരുടെയും മുന്നിൽ സ്ട്രോങ് ആയിട്ട് അഭിനയിക്കുകയായിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ പോകാൻ പോലും അവൾക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് നിന്റെ കൂടെ നിന്റെ വീട്ടിൽ താമസിക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. ആ കാരണത്താലാണ് നിനക്ക് ആക്സിഡന്റ് സംഭവിച്ചതെന്നും ആ ആൻറ്റി പറയുന്നു. എൻ്റെ ആക്സിഡന്റിന്റെ കാര്യത്തിൽ പെങ്ങിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഡ്രിങ്ക് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഞാനാണെന്ന് അവൻ പറയുന്നു. പക്ഷെ നീ അവസ്ഥയിൽ അന്ന് വീട്ടിൽ നിന്ന് പോകാൻ കാരണം പെങ്ങാണെന്ന് ആണ്ടും പറയുന്നുണ്ട്. എൻ്റെ ആക്സിഡന്റ് പേരിൽ പെങ്ങിന് ഇപ്പോഴും ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അതീത് ചോദിക്കുമ്പോൾ ആണ്ട് അതീന്ന് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നോട് പറഞ്ഞതിന് അതീത് ആണ്ടോട് താങ്ക്സ് പറയുന്നുണ്ട്. അതേസമയം പെങ്ങിവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അതീത് അവിടേക്ക് വന്ന് അവളെ നോക്കി ദൂരെ മാറിയിരിക്കുന്നു. കുറേ നേരം അവളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ അടുത്ത് വന്ന് അവിടെ ഇരിക്കുന്നു. വീട്ടിൽ വന്ന ശേഷം പെങ് അവിടെയെല്ലാം ആണ്ട് ജെങ്ങിനെ അന്വേഷിക്കുന്നു. പക്ഷെ ആണ്ടിനെ അവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. അവൾ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഫുഡ് റെഡിയാണെന്ന് അവൻ പറയുന്നു. അവൾ അവനോട് ആണ്ടിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ഫുഡ് കഴിക്കാൻ വരുന്നു. ആ പ്ലേസ് എല്ലാം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിനക്കിതെല്ലാം എവിടെ നിന്ന് കിട്ടിയെന്ന് അവൾ ചോദിക്കുമ്പോൾ ആണ്ട് ജെമ്മിൻ്റെ വീട്ടിൽ നിന്നാണ്. ആണ്ട് ജെമ്മും ഹസ്ബൻഡും ഒരു സ്വീറ്റ് കപ്പിളായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയെന്ന് അവൻ പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി നീ മറ്റെന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇത് സ്റ്റാർട്ടിങ് മാത്രമാണ്, എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്ന് നീ കണ്ടു നോക്കാൻ അവൻ പറയുന്നു. ഫുഡ് കഴിച്ച ശേഷം അവർ രണ്ടുപേരും റിവർ സൈഡിൽ വന്നിരിക്കുന്നു. അതീത് പെങ്ങിനോട് അവനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. നിന്റെ ഇഷ്ടം പോലെ ഞാൻ എന്നെ ചേഞ്ച് ചെയ്യാമെന്ന് അവൻ പറയുമ്പോൾ നീ ആദ്യം ഒരുപാട് ദേഷ്യക്കാരനായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് അവൾ പറയുന്നു. നിനക്കെന്താ എന്നെ പേടിയുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ല, നീ എന്ത് ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അവൾ പറയുന്നു. അതീത് അവളോട് റീസൺ ചോദിക്കുന്നു. അറിയാതെ ആണെങ്കിലും ഞാൻ പണ്ട് നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവൾ പറയുന്നു. ഇനി നീ അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതീത് പെങ്ങിനോട് എനിക്ക് സംഭവിച്ച ആക്സിഡന്റിന് നീ നിന്നെ ബ്ലെയിം ചെയ്ത് നിർത്തൂ, പഴയ കാര്യങ്ങളെല്ലാം മറക്കണം, നമുക്കെല്ലാം ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തൂടെയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയെന്ന് പെങ് ചോദിക്കുമ്പോൾ നിനക്ക് വീണ്ടും എന്നെ ലൈക്ക് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തൂടെ, നിനക്ക് പഴയ പോലെ എന്നെ സ്നേഹിച്ചൂടെ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേട്ട് പെങ് ഷോക്ക് ആകുന്നുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം എനിക്കിപ്പോൾ ഇല്ല എന്ന് അവൾ പറയുന്നു. അതീത് റീസൺ ചോദിക്കുമ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ നിന്നെ ഓൾമോസ്റ്റ് കൊന്നു, എല്ലാ ആളുകളും എൻ്റെ എഗൻസ്റ്റ് ആയി, നിനക്ക് വീണ്ടും അങ്ങനെയൊക്കെ സംഭവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നവൾ പറയുന്നു. ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യാണ് അങ്ങനെയൊന്നും വീണ്ടും സംഭവിക്കില്ല എന്ന് അവൻ പറയുന്നു.
നീ എന്തിനാ എന്നോട് നിന്നെ വീണ്ടും സ്നേഹിക്കാൻ പറയുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ കാരണം ഞാൻ നിന്നെ ഇപ്പോൾ പ്രണയിച്ചു തുടങ്ങിയെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് പെങ് ഷോക്കായിട്ട് അവനെ നോക്കുന്നുണ്ട്. നിനക്കെന്താ എന്നെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങിക്കൂടെയെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ആൻസർ ഒന്നും പറയുന്നില്ല. നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഇതിൻ്റെ ആൻസർ ഞാൻ സ്വയം കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് അതീത് ദേ ഇങ്ങനെ ചെയ്യുന്നു. എനിക്കെൻ്റെ ആൻസർ കിട്ടി, നീയും എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നു. ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ല എന്ന് അവൾ പറയുമ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ചെയ്ത ഈ കാര്യത്തിന് നീ ഒന്നുകിൽ എന്നെ അടിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഈ വെള്ളത്തിലേക്ക് എന്നെ പുഷ് ചെയ്യുമായിരുന്നു. പക്ഷെ നീ ഒന്നും ചെയ്തില്ല എന്ന് അവൻ പറയുന്നു. പെട്ടെന്ന് അവിടെ പടക്കത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നു. പെങ് ഒരുപാട് പേടിക്കുന്നുണ്ട്. അവളുടെ പേരൻസിൻ്റെ ഡെത്ത് എല്ലാം അവൾ ഓർക്കുന്നു. പെങ്ങിൻ്റെ അവസ്ഥ കണ്ട് അതീത് അവളെ ഹഗ് ചെയ്ത് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത് പടക്കം മാത്രമാണെന്നെല്ലാം അവളോട് പറയുന്നു. സെയിം നൈറ്റ് അതീത് പടക്കവുമായി പെങ്ങിനടുത്തേക്ക് വരുന്നു. എനിക്കിതൊരുപാട് പേടിയാണെന്ന് പെങ് പറയുമ്പോൾ നിന്റെ പേടി നീ ഫേസ് ചെയ്യണം, എന്നാൽ മാത്രമേ നിനക്കിത് ഓവർകം ചെയ്യാൻ പറ്റൂന്ന് അവളോട് പറയുന്നു. പെങ് സമ്മതിക്കുന്നുണ്ട്. പെങ്ങും അതീത് ഒരുമിച്ച് ആ പടക്കം പൊട്ടിക്കുന്നുണ്ട്. പെട്ടെന്ന് പെങ്ങിന് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. ഫ്ലാഷ് ബാക്കിൽ പെങ്ങ് തൻ്റെ മദറിനെ ഒരാളുടെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവളുടെ ഫാദറിൻ്റെ ഡെത്തും അവൾ ഓർക്കുന്നു. അവൾ ഒരുപാട് പേടിക്കുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് അതീത് അവളോട് പറയുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ആ പഴക്കമെല്ലാം പൊട്ടിച്ച് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവൻ അവളോട് ഈ വക കാര്യങ്ങളെ നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്നും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ ആണ്ട് ജെമിനോട് ബായ് പറഞ്ഞ ശേഷം അതീതും പെങ്ങും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നു. വണ്ടി വെച്ച് അതീത് ഓങ്ങനെ കോൾ ചെയ്ത് പെങ്ങിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് പെങ് ചോദിക്കുമ്പോൾ നിന്നെ എന്നും ടേക്ക് കെയർ ചെയ്യുമെന്ന് ഞാൻ ആണ്ട് ജെമിനോട് പ്രോമിസ് ചെയ്താണെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾ സ്മൈൽ ചെയ്യുന്നു. അതീത് പെങ്ങിനെ കൂട്ടി വരുന്നത് അവൻ്റെ ഫാം ഹൗസിലേക്കാണ്. കിഡ്നാപ്പേഴ്സിനെ പിടിക്കുന്നവരെ നീ ഇവിടെ തന്നെ താമസിക്കണം, കാരണം കിഡ്നാപ്പിങ്ങും ഗൺ ഫയറിങ്ങും ചെറിയ കാര്യമല്ല എന്ന് അവൻ അവളോട് പറയുന്നു. ഞാൻ ഓങ്ങിൻ്റെ കൂടെ എൻ്റെ പഴയ റൂമിൽ താമസിച്ചോളാം എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അതീത് സമ്മതിക്കുന്നില്ല. നീ അവിടെ താമസിക്കുകയാണെങ്കിൽ നിന്റെ സേഫ്റ്റിയെക്കുറിച്ച് ആലോചിച്ച് ഞാൻ എപ്പോഴും വറീഡായിരിക്കും എന്ന് അവൻ പറയുന്നു. അപ്പോൾ സേബ് അവിടേക്ക് വരുന്നു. പെങ്ങിന് വേണ്ടി പുതിയൊരു ഫോൺ അതീത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടിയാണ് സേബ് വരുന്നത്. ഞാൻ തിരിച്ചു വന്ന കാര്യം നീ ഇപ്പോൾ ആരോടും പറയരുതെന്ന് സേബിനോട് അതീത് പറയുന്നു. അവൻ സമ്മതിക്കുന്നുണ്ട്. അവൻ പോകാൻ തുടങ്ങുമ്പോൾ അതീത് അവനോട് നീ ഈ കാര്യം ലീക്ക് ചെയ്യുകയാണെങ്കിൽ നിന്റെ സാലറി ഞാൻ കട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഞാൻ ഒരിക്കലും ഈ കാര്യം ആരോടും പറയില്ല എന്ന് പറഞ്ഞ് സേബ് അവിടുന്ന് പോകുന്നുണ്ട്. അതീത് പെങ്ങിനോട് എനിക്ക് അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ രാത്രി നിന്നെ കാണാൻ വേണ്ടി വരാം, അതുവരെ നീ ഈ വീടെല്ലാം കണ്ട് അൺപാക്ക് ചെയ്യാൻ അവളോട് പറയുന്നു. പോകുന്നതിന് മുന്നേ അവളുടെ ഫോർഹെഡിൽ അവൻ കിസ്സിങ് ചെയ്യുന്നുണ്ട്. അവളെ നോക്കി സ്മൈൽ ചെയ്തുകൊണ്ടാണ് അവൻ പോകുന്നത്. നമ്മളിപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ പോലെ ബിഹേവ് ചെയ്യുന്നതെന്ന് പെങ് സ്വയം പറയുന്നു. അവൾ സ്മൈൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അതീതിൻ്റെ മദർ സേബിനോട് അതീതിനെ കുറിച്ച് ചോദിക്കുന്നു. സേബ് പെട്ടെന്ന് തൻ്റെ കൈ കൊണ്ട് വാ അടയ്ക്കുന്നുണ്ട്. ഇവരെന്തോ ഹൈഡ് ചെയ്യുന്ന മദറിന് മനസ്സിലാകുന്നു. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ ജോബിൽ നിന്ന് പുറത്താക്കുമെന്ന് മദർ പറയുന്നു. സോ മറ്റു വഴിയൊന്നും ഇല്ലാതെ സേബ് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. അതിപ്പോൾ ആളുടെ കൂടെയാണെന്ന് മദർ ചോദിക്കുന്നു. സേബ് വീണ്ടും അവൻ്റെ വാ പൊത്തുന്നു. എന്താ അതീത് പെങ്ങിൻ്റെ കൂടെയാണോ എന്ന് മദർ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡാഡും അവിടേക്ക് വരുന്നു. അവനൊന്നും പറയുന്നില്ല. മദർ ദേഷ്യത്തിൽ ഫാം ഹൗസിലേക്ക് പോകുന്നുണ്ട്. മദറിന്റെ പിറകെ സേബും ഫാദറും പോകുന്നു. ഫാം ഹൗസിലേക്ക് വരുന്ന അതീതിന്റെ മദർ പെങ്ങിനെ സ്ലാപ്പ് ചെയ്യുന്നു. ദൂരെ നിന്ന് ഇതെല്ലാം സേബ് കാണുന്നുണ്ട്. ഫാദർ അവിടേക്ക് വരുന്നു. നീ ഇന്ന് ഫുൾ ലിമിറ്റും ക്രോസ് ചെയ്തു എന്ന് മദറിനോട് ഫാദർ പറയുന്നുണ്ട്.